വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും ഒഴിവാക്കുന്നതും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ബൂത്തിൽ ഏതൊക്കെ വോട്ടുകൾ ഒഴിവാക്കപ്പെടുന്നു, കൂട്ടിച്ചേർക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കലും ഇടപെടലും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ്. സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല എന്ന പ്രശ്നം ഇപ്പോൾ പലയിടത്തും അഭിമുഖീകരിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഗൗരവത്തോടെ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് എങ്ങനെ കണ്ടു, എന്ത് മുന്നൊരുക്കം നടത്തി എന്നതിന്റെ ഉത്തരം ഇതിലുണ്ട്. കോഴിക്കോട്ട് വോട്ടില്ലാത്തയാൾ നിസ്സാരക്കാരനല്ല, UDFന്റെ മേയർ സ്ഥാനാർത്ഥിയാണ്. വോട്ടർ പട്ടികയിൽ പേര് പോലും ഇല്ലാത്തയാളെയാണോ കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥിയാക്കിയതെന്ന ചോദ്യം പ്രസക്തവും നേതൃത്വം മറുപടി പറയേണ്ടതുമാണ്. തന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നുവെന്നും 2020 മലാപ്പറമ്പ് ഡിവിഷനിലെ 4-ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു എന്നുമാണ് VM വിനു പറയുന്നത്. ഞാനെല്ലാം ഭൂമിയുടെ അടിയിലേക്ക് താണുമായിരുന്നു. ഞാൻ വോട്ട് ചെയ്തതാണ്. ആ സ്ഥലത്ത് 18-20 കൊല്ലം താമസിക്കുന്ന സ്ഥലത്ത് ഞാനില്ല, ചുറ്റുപാടുള്ളവർ പേരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. VM വിനുവിന്റെ ഈ വാദം പക്ഷേ നിലനിൽക്കുന്നതല്ല. 2020 വോട്ടർ പട്ടികയിൽ വിനുവിന്റെ പേരില്ല. പട്ടികയിൽ കോർപ്പറേഷൻ തിരിമറി നടത്തിയെന്ന ആരോപണമാണ് VM വിനു അതിനുശേഷം ഉന്നയിച്ചത്. ഹലോ, ഈ പട്ടിക ഒരു മിനിറ്റ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പട്ടിക കോർപ്പറേഷനിലാണ് അത് നീക്കം ചെയ്തിരിക്കുന്നതാണ്. അവർ തമ്മിൽ ഇപ്പോൾ നീക്കം ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് ചെയ്തിരുന്നോ ഇല്ലയോ എന്നതല്ല വിഷയം. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് വോട്ടുണ്ടോ എന്ന് കോൺഗ്രസ് പരിശോധിച്ചിരുന്നോ എന്നതാണ്. അങ്ങനെ ഒരു പരിശോധന നടന്നതുകൊണ്ടാണ് കണ്ണൂർ ആന്തൂർ നഗരസഭയിലെ വലിയ നാണക്കേടിൽ നിന്ന് CPM രക്ഷപ്പെട്ടത്. അവിടെ ബക്കളത്ത് സ്ഥാനാർത്ഥിയായി ആദ്യം പരിഗണിച്ചയാളിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൗത്ത് വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിന്ദുവിനും വോട്ടില്ലെന്ന് നേതൃത്വം അറിഞ്ഞത് ഇന്ന് മാത്രമാണ്. വാർഡിലെ ഓരോ വോട്ടറെയും അറിഞ്ഞിരിക്കേണ്ട നേതൃത്വം സ്വന്തം പാർട്ടി പ്രവർത്തകയ്ക്ക് വോട്ടില്ലെന്ന് മനസ്സിലാക്കിയത് 11-ാം മണിക്കൂറിൽ മാത്രമാണ്. മേൽവിലാസത്തിൽ 6 മാസത്തിലധികമായി ഒരാൾ താമസിക്കുന്നില്ലെങ്കിൽ അക്കാരണം ചൂണ്ടിക്കാട്ടി അയാളുടെ വോട്ട് നീക്കാൻ ആവശ്യപ്പെടാം. തദ്ദേശ സ്ഥാപന സെക്രട്ടറി വോട്ടർക്കും പരാതിക്കാരനും നോട്ടീസ് നൽകണം. വോട്ടർ ഹിയറിംഗിന് ഹാജരായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ പട്ടികയിൽ പേര് നിലനിൽക്കും. നിയമപരമായ ഈ പ്രക്രിയ കൃത്യമായി നടക്കുന്നുണ്ടോ, അട്ടിമറിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂടി ഉത്തരവാദിത്തമാണ്. അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യണം, നിയമപരമായി നേരിടണം, അവകാശം നേടിയെടുക്കണം. തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ കാര്യത്തിൽ നടന്നതുപോലെയുള്ള ഇടപെടലും ജാഗ്രതയും നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ കോഴിക്കോട് ഇത്തരം പ്രശ്നങ്ങൾ കോൺഗ്രസിന് അഭിമുഖീകരിക്കേണ്ടി വരില്ലായിരുന്നു. വൈഷ്ണ സുരേഷിന്റെ ഈ പ്രശ്നം നാളെ ഉച്ചയോടെ തീരുമാനമുണ്ടാകുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. നാളെ 12 മണിയോടുകൂടി അറിയിക്കാമെന്നാണ് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, നിയമത്തിൽ വിശ്വാസമുണ്ട്, നീതിന്യായം നടപ്പിലാക്കുന്നത് തന്നെയാണ് ശുഭപ്രതീക്ഷ. ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസം വെച്ച് തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ നടത്തിയ നീക്കത്തിലെ രാഷ്ട്രീയ ലക്ഷ്യം കോൺഗ്രസിന് പൊതുസമൂഹത്തിന് മുന്നിലും കോടതിക്ക് മുന്നിലും എത്തിക്കാൻ കഴിഞ്ഞുവെങ്കിലും കോഴിക്കോട്ടെ സംഭവങ്ങളിൽ നേതൃത്വം പരിഹാസ്യരാവുകയാണ്.